നമസ്കാരം. നാളെ നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന നിങ്ങളുടെ ഇഷ്ടവാഹനം ഏതായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ആ വാഹനം നിങ്ങൾക്ക് ഇന്ന് തന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ആ വാഹനം കാണുന്നതിനുള്ള ഒരു സ്ഥലമുണ്ട്, ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ ഓട്ടോ ഷോ. ലോകമെമ്പാടുമുള്ള വാഹന നിർമ്മാതാക്കളും വാഹന പ്രേമികളും ഒരുമിക്കുന്ന ഒരു സ്ഥലം. കഴിഞ്ഞ 125 വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള വാഹന നിർമ്മാതാക്കൾ അവരുടെ ഏറ്റവും പുതിയ മോഡലുകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഷോയാണ് ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ ഓട്ടോ ഷോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. ന്യൂയോർക്ക് സിറ്റിയിലുള്ള ജേക്കബ് കെ ജാവിറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് എല്ലാ വർഷവും കഴിഞ്ഞ 125 വർഷമായി ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ ഓട്ടോ ഷോ നടത്തുന്നത്. നാളെ നിങ്ങളുടെ കയ്യിലെത്തിച്ചേരാൻ പോകുന്ന ആ സുന്ദര കുട്ടപ്പനെ നിങ്ങൾക്കും ഒന്ന് കാണണ്ടേ? നമുക്ക് അങ്ങോട്ട് പോയി അടുത്ത വർഷങ്ങളിൽ ഇറങ്ങാനിരിക്കുന്ന പുതിയ വാഹനങ്ങളുടെ മോഡലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂയോർക്ക് സിറ്റി ഏത് സമയം തിരക്കിലാണ്. വാഹനങ്ങളും ആളുകളും ഹോങ്കിങ്ങും ഒക്കെ ന്യൂയോർക്ക് സിറ്റിയുടെ പ്രത്യേകതകളാണ്. ഉച്ചയ്ക്ക് മാത്രമല്ല, പാതിരാത്രിയിലെത്തിയാലും ഇത് തന്നെയാണ് അവസ്ഥ. എറണാകുളം കണ്ടിട്ട് പോയാൽ കേരളത്തിൻ്റെ തനതായ പിക്ചർ കിട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പല ടൂറിസ്റ്റുകളും വന്ന് ന്യൂയോർക്ക് സിറ്റി കണ്ടിട്ട് പോയാൽ ന്യൂയോർക്കിൻ്റെ ശരിയായ ഒരു പിക്ചർ അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പല ഓട്ടോ ഷോകളും എക്സിബിഷനും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അത് സന്ദർശിക്കുന്നതിന് വേണ്ടി ആളുകൾ ഇവിടെ എത്തുന്നുമുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ബില്യനേഴ്സിൻ്റെ ഏരിയയാണ് ഹഡ്സൺ യാർഡ്. അവിടെ കാണുന്നതൊക്കെ ദ വെസൽ എന്ന് പറയുന്ന ന്യൂയോർക്ക് സിറ്റിയിലെ ഹഡ്സൺ യാർഡിലെ പ്രധാനപ്പെട്ട അട്രാക്ഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഹഡ്സൺ യാർഡ് എന്ന് പറയുന്ന ഏരിയ. അവിടെ തന്നെയാണ് ഈ ഓട്ടോ ഷോയും നടക്കുന്നത്. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു ഇതിനകത്ത് കയറി. ഇവിടെ തന്നെ കുറേ കാറുകളൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഏക്കർ കണക്കിന് പലതരത്തിലുള്ള കാറുകളുടെ മോഡലുകളുടെ പുതിയ മോഡലുകളുടെ ഡിസ്പ്ലേ ആണ്. എല്ലാം നമുക്ക് കാണുന്നതിനുള്ള സമയമില്ല, കാണിച്ചാൽ നിങ്ങൾക്ക് ബോറുമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ചത് മാത്രം നോക്കി ചില കാറുകൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. വന്ന് കയറുന്നുണ്ട് ആദ്യം തന്നെ അമേരിക്കയുടെ സ്വന്തം കമ്പനിയാണ് ഫോർഡിൻ്റെ വണ്ടികളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കക്കാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന 1, 2, 3 സ്ഥാനത്ത് നിൽക്കുന്ന വാഹനങ്ങൾ ട്രക്കുകളാണ്, വലിയ ട്രക്കുകളാണ്. അപ്പോൾ ഫോർഡിൻ്റെ ട്രക്കുകളൊക്കെയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് തന്നെ അവരുടെ വലിയ ഒരു SUV 2025 എക്സ്പെഡീഷൻ പ്ലാറ്റിനം ഉണ്ട്. 77,000 ആണ് കേട്ടോ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. നമ്മളിത് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ചവിട്ടി കയറാനായിട്ടുള്ള ഒരു പടി ഇറങ്ങി വന്നു. ഇന്നത്തെ സ്പേസ് നോക്കി എന്തോരം സ്പേഷ്യസ് ആണെന്നുള്ളത്. 3 റോയാണ്. സ്റ്റിയറിങ് ഒരു പ്രത്യേക സ്റ്റൈലാണ്, റൗണ്ട് അല്ല, ഓവൽ ഷേപ്പാണ്. നല്ല ലെഗ് സ്പേസ് ആണ്, നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ആഡംബരമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു പ്രത്യേകത. വിലയും അതുപോലെ കൂടുതലാണ്. $77,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഫോർഡിൻ്റെ ഏറ്റവും ഗ്ലാമറസ് കാറാണ് ഫോർഡ് മസ്താങ്. പല സിനിമകൾക്കകത്തും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർഡ് മസ്താങ് ഒരു കൺവേർട്ടബിൾ ഇവിടെ കിടപ്പുണ്ട്. 47,000 മുതലാണ് സ്റ്റാർട്ടിങ്. നോട്ട് ബാഡ്. ഫോർഡ് മസ്താങ് എക്കോ പ്രീമിയം കൺവേർട്ടബിളിനകത്താണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 47,000 മുതലാണ് സ്റ്റാർട്ടിങ്. 350 ഹോഴ്സ് പവർ വണ്ടിയാണ്. 10 ഓട്ടോ സ്പീഡ് ട്രാൻസ്മിഷനുണ്ട്. അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. മസ്താങ്ങിൻ്റെ ആ ഒരു സ്റ്റൈല് അത് ഇഷ്ടപ്പെടുന്നവർക്ക്, അതിൻ്റെ ആ സൗണ്ടും ഒക്കെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഫോർഡിൻ്റെ ഏറ്റവും ആളുകൾ ലോകത്ത് മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് മസ്താങ്. അതിൻ്റെ സ്റ്റിയറിങ്ങിലൊക്കെ മസ്താങ്ങിൻ്റെ ആ എംബ്ലം ഒക്കെ കണ്ട് ഇതാണ് അതിൻ്റെ സ്ക്രീന്, ഡിസ്പ്ലേ ഒക്കെ. അതിൻ്റെ അടുത്ത് തന്നെ 2025 മസ്താങ് മാക്കി റാലി ഇലക്ട്രിക് വെഹിക്കിളാണ്. 52,000 മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറയുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ 2025 മസ്താങ് GT ഫാസ്റ്റ് പാക്ക് 58,000 മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറയുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ വണ്ടി ഫോർഡിൻ്റെ ബ്രോങ്കോയാണ്. ഇന്നും അവൻ ഇവിടുത്തെ മാർക്കറ്റിലെ രാജാവ് തന്നെയാണ്. വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ 2025 ബ്രോങ്കോ സ്ട്രോപ്പ് എഡീഷനാണ് ഇത്. കാണാൻ നല്ല ഭംഗിയാണ്. ഓഫ് റോഡിനൊക്കെ ഏറ്റവും നല്ല വണ്ടിയാണ്.
പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കുക. അതിനടുത്ത് തന്നെ നിസ്സാൻ്റെ പലതരത്തിലുള്ള SUV-കളൊക്കെ ഇവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഷെവർലെ ഉണ്ട്, അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള മറ്റ് പല കമ്പനികളും ഉണ്ട്. നിസ്സാൻ്റെ അടുത്തൊന്നും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ അകത്തോട്ട് പോയി അവിടെയൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഷെവർലെയുടെ അമേരിക്കയുടെ പ്രത്യേക ജോഗ്രഫിക്ക് പറ്റിയ തരത്തിലുള്ള ട്രക്കുകളാണ് ഇവരുടെ അമേരിക്കയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. 2025 ഷെവർലെ സിൽവറാഡോ 2500 HD ZR2. ഇതിൻ്റെ വെഹിക്കിൾ പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുത്തേക്കുന്നത് 76,000 മുതലാണ്. എന്താ അവൻ്റെ ഒരു ഹൈറ്റ്, എന്താ അവൻ്റെ ഒരു വെയിറ്റ്. നമ്മളെപ്പോലുള്ളവരൊക്കെ ഇത് കയറണമെങ്കിൽ തന്നെ ഒരു ഏണി വെക്കേണ്ട അവസ്ഥയാണ്. ഇതിനകത്തെ സ്ക്രീനും കാര്യങ്ങളും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും വലിയ ഹൈറ്റുള്ള റഫായിട്ടുള്ള ഒരു ട്രക്കാണെങ്കിലും ഇതിനകത്തെ ഫീച്ചേഴ്സൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഫീച്ചേഴ്സാണ്. അതായത് സൈഡ് മിററിൻ്റെ വലിപ്പം കണ്ടോ, കൊള്ളാം, കിടു സാധനം. ഷെവർലെയുടെ മനോഹരമായിട്ടുള്ള ഒരു സ്മോൾ ഫാമിലിക്ക് പറ്റിയ ഒരു RV ആണ് കേട്ടോ. ഇത് EV ആണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. നമുക്കൊണ്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. നല്ലൊരു ബെഡ്റൂമൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് അവിടെ ക്യാമ്പ് ചെയ്ത് കിടക്കണം എന്നുള്ളൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ തരത്തിലുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇവിടെ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. അപ്പം പെട്രോളിൻ്റെ പൈസയും ആവത്തില്ല, ഹോട്ടലിൻ്റെ പൈസയും ആവത്തില്ല, ഓടിച്ചു പോയിട്ട് നമുക്കവിടെ ക്യാമ്പ് ചെയ്ത് കിടക്കാം. ഷെവർലെ 2024 ബ്രൈറ്റ് ഡ്രോപ്പ് 600-ന് സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുക്കുന്നത് 80,000 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ അല്പം കൂടെ ചെറുത് ബ്രൈറ്റ് ഡ്രോപ്പ് 400-ന് 78,000 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പാവപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ വണ്ടികൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വില കേട്ടാൽ ഞെട്ടും എന്നുള്ളത് കൊണ്ട് വില ഞാൻ പറയുന്നില്ല, പക്ഷേ വണ്ടികൾ ഏതൊക്കെയാണെന്നൊന്ന് കാണിക്കാം. പോഷിൻ്റെ 2 വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അതിനപ്പുറത്ത് ലാംബോർഗിനി ഒരെണ്ണം കിടപ്പുണ്ട്. ലാംബോർഗിനി മൻഹാട്ടൻ അവരുടെ ഷോറൂമാണ്. ഇവിടെ ലോട്ടസ് 2 വണ്ടി കിടപ്പുണ്ട്. പേരൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണെന്ന് കേട്ടോ, ലോട്ടസ്, നമ്മുടെ താമര. പിന്നെ ഇവിടെ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബ്രാൻഡുണ്ട്, അറിയാവുന്നവർ പ്രൊനൗൺസ് ചെയ്യുക. 2 ബ്രാൻഡുകൾ അതിൻ്റെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. പാവപ്പെട്ടവർക്കുള്ള വണ്ടികളുടെ ഐറ്റം കഴിഞ്ഞിട്ടില്ല, 2 കാറുകൾ കൂടെ കണ്ട്. റിമാർക്ക് എന്ന് പറയുന്ന ഒരു ക്രൊയേഷ്യൻ ബ്രാൻഡാണ്. അത് വളരെ ലിമിറ്റഡ് നമ്പറിൽ ഇവരുടെ പ്രൊഡക്ഷനുള്ളൂ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം വേൾഡ് റെക്കോർഡുകളുള്ള ഒരു കാറാണ്. റിമാർക്കിൻ്റെ 2 മോഡലുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ തന്നെ 2005 ഫോർഡ് GTX 1 ഒരു മോഡൽ കിടപ്പുണ്ട്. അതിനപ്പുറത്ത് തന്നെ പോർഷ് ഒരെണ്ണം കിടപ്പുണ്ട്, GT3 RS. ഇത് 2025 SF90 ഫെറാറി, കൊള്ളാം. അതിനപ്പുറത്ത് വോക്സ് വാഗൻ്റെ അക്യൂട്ട് വാനും കിടപ്പുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ടൊയോട്ടയുടെ സെക്ഷനാണിത്. ടൊയോട്ട പ്രത്യേക രീതിയിൽ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി അവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒക്കെ കൊടുത്താണ് അവരുടെ കാറിൻ്റെ അടുത്തേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ ഹൈബ്രിഡ് മോഡലാണ് കേട്ടോ, ഏറ്റവും പുതിയ മോഡലാണ്. നല്ല സ്റ്റൈലല്ലേ, കയറി ഇരിക്കാൻ തന്നെ നല്ല, കയറി ഇരുന്നപ്പം അങ്ങ് കൊണ്ടുപോയാലോ, ആരും കാണാതെ ഇത് ഓടിച്ച് വെളിയിൽ ഇറക്കാൻ കൊണ്ടുപോയാലോ എന്നൊക്കെ ചിന്തിച്ചു പോയി. അമേരിക്കയിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മറ്റൊരു ബ്രാൻഡാണ് ജീപ്പിൻ്റെ വണ്ടികൾ. ജീപ്പിൻ്റെ അവരുടെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡലായിട്ട് തോന്നിയിട്ടുള്ളത് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. അതിൻ്റെ 2025 മോഡലാണിത്. നല്ല സ്റ്റൈലിഷാണ്, ഓഫ് റോഡിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു വണ്ടിയാണ്. അകത്ത് കയറി ഇരുന്നിട്ട് തന്നെ നല്ല ഒരു പവർ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാഗണർ എന്ന് പറയുന്ന അടുത്ത മോഡൽ ഇപ്പുറത്ത് കിടപ്പുണ്ട്. അമേരിക്കക്കാരെ ഏറ്റവും അധികം നമുക്കിവിടെ റോഡുകളിൽ കാണാൻ പറ്റുന്ന മറ്റൊരു വണ്ടിയാണ് റാം എന്ന് പറയുന്ന ട്രക്കുകൾ. റാം 2500 ലറാമി സ്പോർട്സ് ക്രൂ. അമേരിക്ക വന്നിട്ട് ഏറ്റവും മസ്കുലിനിറ്റി തോന്നിയിട്ടുള്ള ഒരു ട്രക്കാണ് റാമിൻ്റെ ട്രക്കുകൾ. അതേപോലെ ഹൈറ്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല പെർഫോമൻസാണ്. ഇതാണ് അവരുടെ 2025 എഡിഷനാണിത്. കയറി ഇരുന്ന് നോക്കട്ടെ. ആഹാ, നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു ആനപ്പുറത്ത് കയറി ഇരിക്കുന്ന പോലെ ഒരു ആംബിയൻസ് തോന്നുന്നുണ്ട് ഇതിനെ കയറി ഇരുന്നപ്പോൾ. സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ ലെഗ് സ്പേസും നമുക്ക് കൈ വെക്കുന്നതിനും ഒക്കെ ഇരിക്കുന്നതിനുള്ള ഇഷ്ടം പോലെ സ്പേസാണ് കേട്ടോ.
അടിപൊളി. ഒരു ട്രക്കാണെങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമ്മുടെ കാറിനകത്തതിൻ്റെ പോലെയൊക്കെ ആക്കി ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളുമൊക്കെ. ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടോ, ഇത്രയും ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ നമുക്കിവിടെ മീഡിയ ഉണ്ട്, പിന്നെ മറ്റേ ഫോൺ കണക്ട് ചെയ്യുന്നതിന്, നാവിഗേഷന്, പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ, ഫോൺ കണക്ട് ചെയ്യുന്നതിനുള്ളത്, ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിങ് പാടുണ്ട്. പിന്നെ ഈ റാമിൻ്റെ ഈ എംബ്ലം, ഇതാണ് അവരുടെ ഒരു സ്റ്റൈല് എന്ന് പറയുന്നത്. നല്ല ഹൈറ്റാണ്, നല്ല ഹൈറ്റുമാണ്. നമുക്കൊരാൾക്ക് നല്ല വെയ്റ്റും ഹൈറ്റുമുള്ള ഒരാൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ് റാം അവരുടെ ട്രക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ട്രക്ക് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് വളരെ വിശാലമായിട്ട് കൈയൊക്കെ വെച്ച് ഇരിക്കത്തക്ക രീതിയിലാണ് ട്രക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ലാൻഡ് ക്രൂസറിൻ്റെ റോഡ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു മോഡൽ ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുക കേട്ടോ. നോക്കി എന്ത് ഭംഗിയാണ് കാണാമെന്ന് നോക്കി. ആ ഫ്രണ്ടിലെ ലൈറ്റും ഒക്കെ ക്രമീകരിച്ചേക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഔഡിയുടെ പുതിയ ബ്രാൻഡുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഔഡിയുടെ ഒരു EV ഇലക്ട്രിക് വെഹിക്കിൾ ഇതാ ഈ സൈഡിലിരിക്കുന്നു. ആ ഇലക്ട്രിക് ചാർജിങ് മെഷീനും ഒക്കെ അതിനടുത്ത് തന്നെ ഉണ്ട്. ഇ-ട്രോൺ എന്ന് പറയുന്ന ഔഡിയുടെ പുതിയ മോഡലാണ്. EV ആണ്. ഗ്യാസ് അടിച്ച് പൈസ പോകത്തില്ല, അതായത് പെട്രോൾ അടിച്ച് പൈസ പോകത്തില്ല. അതൊരെണ്ണം മേടിച്ച് വീട്ടിലിട്ടോ വേണമെങ്കിൽ. The concept vehicle called Weekender. It has a solar panel rooftop to support the energy in the vehicle. Also, we have levelers on the wheel, digital dash, digital camera, table, chairs. So it's pretty cool. Concept right now, so we don't know when it's going to come out. So you cannot tell the price right now, right? Yeah, so we don't know the price. We don't know when it's coming out, but we've been talking about it since 2024. So we have to see. താങ്ക് യു. പുതിയ കമ്പനികളെല്ലാം ടൊയോട്ടയും കിയയും എല്ലാം അവിടെ കിയയുടെ ഒരു RV കണ്ട്, റിക്രിയേഷൻ വെഹിക്കിൾ, ഒരു സ്മോൾ ഫാമിലിക്ക് പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു RV. ഇത്തരം ചെറിയ RVകൾ ഈ കമ്പനികളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് EV ആണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല, ചാർജ് ചെയ്ത് നമുക്ക് ഓടാൻ പറ്റും. സോളാർ പവേഡാണ്. അതിനകത്തെ ബാക്കി കാര്യങ്ങളെല്ലാം സോളാർ പവേഡായിട്ട് ഓടും. അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമുക്കതിനകത്ത് ക്യാമ്പ് ചെയ്ത് ഒരു ചെറിയ ഫാമിലിക്ക് തങ്ങത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവരിത് മാർക്കറ്റിൽ എത്തിച്ചിട്ടില്ല, ഉടനെ തന്നെ ഇത് മാർക്കറ്റിലെത്തും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഇപ്പം പറയാൻ പറ്റില്ല. സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ടൊയോട്ടയുടെ ബ്രാൻഡുകൾ, ടൊയോട്ട ക്യാമറിയുണ്ട്, ടൊയോട്ട കൊറോളയുണ്ട്, ടൊയോട്ട RAV4 ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന വണ്ടികളാണ്. അതിൻ്റെ എല്ലാം 2025 എഡിഷൻസ് അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടൊയോട്ട കൊറോളയ്ക്ക് 199 പെർ മന്തേ ഉള്ളൂ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൊയോട്ട കാമറയ്ക്ക് 299 പെർ മന്തേ ഉള്ളൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡൗൺ പേയ്മെൻറ്റ് എത്ര ഇടണം, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് മറ്റ് കാര്യങ്ങളാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറഞ്ഞ വാഹനങ്ങളാണ്. എന്നാൽ ക്വാളിറ്റി ഉള്ള വാഹനങ്ങളുമാണ് ടൊയോട്ട. ഇത്രയൊക്കെ വണ്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ രാജാവ് ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. കാറുകളിലെ രാജാവ് റോൾസ് റോയ്സിൻ്റെ 2-3 മോഡലുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വില ചോദിച്ചു, പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട്, പൈസ നമുക്കൊരു പ്രശ്നമല്ല, താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം മേടിച്ചോണ്ട് പോയനായത്. റോൾസ് റോയ്സ് രാജാവാണെങ്കിൽ രാജകുമാരൻ ഇവിടെ കിടപ്പുണ്ട്. ബെന്റ്ലി, അതും ഈ പറയുന്ന പോലെ ഇവിടുത്തെ വലിയൊരു ലക്ഷറി കാറാണ്. റോൾസ് റോയ്സിൻ്റെ പ്രൈസ് ചോദിച്ച് മതിയായതുകൊണ്ട് ബെന്റ്ലിയുടെ പ്രൈസ് ചോദിച്ചില്ല. നമുക്ക് പണമെന്നൊരു വിഷയമല്ല. പണം ഇന്ന് വരും, നാളെ പോകും, മറ്റന്നാൾ വീണ്ടും പോകും. പക്ഷേ എന്നാലും അതിൻ്റെ വില ചോദിക്കാൻ മുതിരുന്നില്ല. വെറുതെ എന്തിനാണ് സമയം നമ്മൾ പാഴാക്കുന്നത്. ഓട്ടോ ഷോയ്ക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു വണ്ടി ഇതാണ്, വോക്സ് വാഗൻ്റെ ഈ മിനി വാൻ പോലുള്ള ഒരു വണ്ടി. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഒരു സ്മോൾ ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരു ഫാമിലിക്കും കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഉള്ള ആൾക്കാർക്കുമൊക്കെ ഏറ്റവും ഒരു ഉപകാരം ചെയ്യുന്ന ഒരു വണ്ടിയാണ്. വലിയ വാൻ എടുക്കുന്നതിന് അത്ര സ്പേസ് ഇതെടുക്കത്തില്ല. ഇഷ്ടംപോലെ ബാക്കിൽ സ്പേസ് ഉണ്ട്. സാധനങ്ങളൊക്കെ വെക്കുന്നതിനുള്ള സ്പേസ് വളരെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 റോ ആൾക്കാർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ഉണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണുന്നതിന്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാനാണ് വോക്സ് വാഗൻ്റെ പുതിയ 2025 ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ ഓട്ടോ ഷോ 2025 കണ്ടപ്പോൾ കണ്ട ട്രെൻഡുകൾ, വണ്ടികളെല്ലാം EVയിലോട്ട് മാറുന്നുണ്ട്
എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമേ നമ്മൾ കണ്ടാണ്, ആ ട്രെൻഡ് കണ്ടു തുടങ്ങിയതാണ്. ഇത്തവണ കൂടുതൽ വണ്ടികൾ EV-യിലോട്ട് മാറുന്നുണ്ട്. അവിടെ കണ്ട ബെന്റ്ലി പോലും EV ആണ്, ഇലക്ട്രിക് ചാർജിംഗ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രക്കുകൾ, വലിയ പവർഫുള്ളായിട്ടുള്ള ട്രക്കുകൾ പോലും ഇപ്പം ഈ ബാറ്ററി ചാർജ് ചെയ്ത് ഓടിക്കത്തക്ക രീതിയിലായി കഴിഞ്ഞു. ന്യൂയോർക്ക് ഓട്ടോ ഷോയിലെ ആ കാറുകൾ കണ്ടുകൊണ്ട് നടന്നപ്പോൾ മനസ്സിൽ ഓടിയെത്തിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കുറച്ച് സുഹൃത്തുക്കളും കൂടി കോഴിക്കോട് നിന്ന് ഒരു മാരുതി 800 റെൻറ്റിനെടുത്ത് വയനാട് ചുരം കയറിയ ഒരു ഓർമ്മയാണ്. അന്നൊരു ടവലൊക്കെ കൂട്ടിപ്പിടിച്ചാണ് അതിൻ്റെ സ്റ്റിയറിംഗ് വളച്ചത്. പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോയും ഒന്നും ഇല്ലായിരുന്നെങ്കിലും ബൈക്കിൽ നടന്നിരുന്ന ഞങ്ങൾക്ക് ആ കാറ് അന്നൊരു വലിയ കാര്യമായിരുന്നു. പിന്നീട് ടെക്നോളജി മാറി. ഇന്ന് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ വരെ നിരത്തിലുണ്ട്. നാളെ ഒരുപക്ഷെ നമ്മൾ ഡോറ് തുറന്ന് മുറ്റത്തിറങ്ങുമ്പോൾ ഡ്രോൺ വരുന്നത് പോലെ കാറ് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുമായിരിക്കും. അതിലും വലിയ ടെക്നോളജികളും വരുമായിരിക്കും. പക്ഷേ ഈ ടെക്നോളജികളൊക്കെ തൊട്ടും തലോടിയും തടവിയും വെട്ടിത്തിരിച്ചും ഓണടിച്ചുമൊക്കെ ആ മെഷീനുമായി മനുഷ്യൻ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മബന്ധം ഇല്ലാതെയാക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. എന്തൊക്കെയാണെങ്കിലും നമ്മളല്ലേ കാർ ഓടിക്കുന്നത്, കാറല്ലല്ലോ നമ്മളെ ഓടിക്കുന്നത്, അല്ലേ? മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണുന്നതുവരെ